മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂര് പൂങ്കുന്നത്തുള്ള കല്യാൺ ഹീറോയിലാണ് കേട്ടോ. എന്താന്നല്ലേ, എന്റെ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന ഈ ഒരു കിണ്ണങ്കാച്ചി മുതലിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ യൂത്തിന്റെ ഒക്കെ ഉറക്കം കെടുത്തുന്ന ഒരു പുള്ളിക്കുട്ടനാണ് ഇവൻ. എക്സ്ട്രീം 250R ഈ ഒരു കിണ്ണങ്കാച്ചി മുതലിന്റെ വിശേഷങ്ങളായിരിക്കുന്നു. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് സമയം കളയാണ്ട് കടക്കട്ടാ പോരെ. ഞാൻ നേരത്തെ പറഞ്ഞു യൂത്തിന്റെ ഉറക്കം കെടുത്താൻ പോകുന്ന ഒരു മുതലാണ് വേണ്ട. ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിലോട്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തേക്ക് വരാം. പ്രൊജക്റ്റഡ് LED ലാംപ്സ് ആണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. കൂടാതെ 2 DRLസും സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. അതും LED തന്നെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. സെൻട്രലായിട്ട് ഹീറോ എന്നുള്ള ആ ഒരു ലോഗോ ക്രോമിൽ കാണാൻ പറ്റും കേട്ടോ. പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവന്റെ ആ ഒരു ഹെഡ്ലൈറ്റ് കവർ വന്നിട്ടുള്ള കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിഡാക്ടർ മൂവിയിലെ ആ ഒരു പ്രിഡാക്ടറിന്റെ ആ ഒരു മാസ്ക് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. സസ്പെൻഷൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ 43mm UST സസ്പെൻഷൻ ആണ് വാഹനത്തിന് നൽകിയത്. ഇനി എന്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 1357mm ആണ് കേട്ടോ വരുന്നത്. ടയർ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ 110 സെക്ഷനിലും ബാക്ക് നോക്കുകയാണെങ്കിൽ 150 സെക്ഷനിലാണ് കേട്ടോ. കൂടാതെ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് ഡിസ്ക് നോക്കുകയാണെങ്കിൽ 320mm പെറ്റൽ ഡിസ്ക് ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഇനി അത് റിയർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലോ 230mm ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഫ്രണ്ട് മൺകാർഡ് ഒക്കെ കണ്ടോ, നമുക്ക് കറക്റ്റ് ഈ ഒരു ഹെഡ്ലൈറ്റ് മാസ്കിന് കൊടുത്തിട്ടുള്ള അതേ ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു ഫ്രണ്ട് മൺകാർഡ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ കണ്ടോ നമുക്ക് ABS എന്നുള്ള ആ ഒരു സ്റ്റിക്കർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടോ നമുക്ക് ഈ ഒരു കൈ വെച്ചിട്ട് കണ്ടോ എന്റെ കൈ ഇങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ. ആ ഒരു വലിപ്പത്തിലാണ് എന്റെ ആ ഒരു സസ്പെൻഷൻ വന്നിട്ടുള്ളത്. കാരണം ഇന്നത്തെ ആ റോഡിന്റെ അവസ്ഥയും കാര്യങ്ങളും വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിനനുയോജ്യമായിട്ടുള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാലൊക്കെ പിന്നെ നമുക്ക് കാണാൻ കണ്ടോ, ഇവിടെ ഒരു ചിറക് പോലെ ആ ഒരു പോർഷനാണ്. അതിൽ നമുക്കൊരു 6 എന്നുള്ള ആ ഒരു സ്റ്റിക്കർ വർക്കും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രാഫിക്സ് വാഹനത്തിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. ഒരു സ്പോർട്സ് വേരിയൻസ് എന്നുള്ള ഒരു ബേസ് ആയതുകൊണ്ട് തന്നെ കണ്ടോ, ഒരു സ്പോർട്സ് ബൈക്സ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വാഹനത്തിന് നൽകിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ ആകർഷണമായിട്ട് തോന്നിയത് എന്താന്ന് പറയുക വെച്ചാൽ ഈ ഒരു ടാങ്ക് ആണ് കേട്ടോ. ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടാങ്ക് ആണ്. എന്താ പറയാ, മെസ്കുലർ എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലാണ് ഇതിന്റെ ടാങ്ക് വന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടോ ഇത്ര ഹൈറ്റിലാണ് ആ ഒരു ടാങ്കിന്റെ പോർഷൻ നിൽക്കുന്നത് കേട്ടോ. ബ്ലാക്കിൽ മാറ്റ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു ബ്ലാക്കിൽ തന്നെ ക്രോമില് എക്സ്ട്രീം എന്നുള്ള ആ ഒരു ലോഗോ ഇതിൽ പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 11.5 ലിറ്റർ ആണ് ഇവന്റെ ടാങ്ക് കപ്പാസിറ്റി. ഫ്രെയിമിന്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ റിലീസ് ഫ്രെയിം ആണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് കേട്ടോ. അധികം കവറിങ് കാര്യങ്ങളും ഒക്കെ കൊടുക്കാതെ നമുക്കൊരു നാക്കഡ് ബേസിലാണ് ഇവന്റെ ആ ഒരു ഫ്രെയിം വന്നിട്ടുള്ളത് കേട്ടോ. അതിന്റെ ഫുട് റെസ്റ്റ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ ഒരു ബ്രേക്ക് സെക്ഷൻ ഒക്കെ ഈ ഒരു ഭാഗത്ത് കാണാം. അതും ഒരു ക്രോമിലാണ് ബ്രേക്കിംഗ് ഒക്കെ നൽകിയിട്ടുള്ളത് കേട്ടോ. അതിനോട് ചേർന്നിട്ട് തന്നെ ബാക്ക് ഫുട് റെസ്റ്റും വന്നിട്ടുണ്ട്. ഇതും അതെ കേട്ടോ, ആ ഒരു ക്രോം ഫിനിഷിലായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു ക്രോമും ഈ ഒരു ക്രോമൊക്കെ യോജിച്ച് വരുമ്പോൾ, പ്രത്യേകിച്ച് ആ ഒരു റെഡും ബ്ലാക്കും ഈ ഒരു ക്രോമും വരുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ വാഹനം കാണാൻ. 6 സ്റ്റെപ്പ് മോണോഷോക്ക് സസ്പെൻഷൻ ആണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഒരു സ്പോർട്ടി ലുക്കിലാണ് ഇവന്റെ എക്സോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. 250 എന്നുള്ള ആ ഒരു സ്റ്റിക്കറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൊത്തത്തിലെ ഒരു ഗ്രാഫിക്സ് അടിപൊളിയായിട്ട് വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ കണ്ണുകൾ ആ ഒരു വാഹനത്തിലേക്ക് നോക്കി പോട്ടോ, ആകർഷിച്ചു പോകും. റിയറിലോട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് റിയർ ടെയിൽ ലാമ്പ് LED തന്നെയാണ് വരുന്നത്. കണ്ടോ, ഒരു H എന്നുള്ള ഒരു
ലെറ്ററിലാണ് നമുക്ക് ആ ഒരു റിയർ ടെയിൽ ലാമ്പ് വന്നിട്ടുള്ളത്. കൂടാതെ ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള നല്ല ഇൻഡിക്കേറ്റേഴ്സും ബാക്കിൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഹഗ്ഗർ മൺഗാർഡും നൽകിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മൺഗാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് വാഹനത്തിന് വരുന്നത്. കാരണം നമുക്ക് ചളി മഴക്കാലം ടൈമിലൊന്നും നമുക്ക് ചളി അടിക്കുക കാര്യങ്ങൾ ഉണ്ടാവില്ല. സംഭവം ചില ആൾക്കാർ ഇതൊക്കെ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന ആൾക്കാരെ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. പ്രത്യേകിച്ച് ഒരു വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് എങ്കിലെങ്കിലൊക്കെ പരിപാടിക്ക് പോവാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ. നേരെ എൻ്റെ സീറ്റിന്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കിലിരിക്കുന്ന ആൾക്ക് നല്ല അത്യാവശ്യം ഹൈറ്റിലും കംഫോർട്ടായിട്ട് നമുക്ക് ഓടിക്കാവുന്ന രീതിയിലുമാണ് ഇവന്റെ ആ ഒരു സീറ്റ്സ് നൽകിയിട്ടുള്ളത് കേട്ടോ. സെൻട്രൽ ആയിട്ട് തന്നെ റേഡിയേറ്ററിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇനി നമ്മുടെ എക്സ്ട്രീം 250R ഹൃദയഭാഗം നോക്കുകയാണെങ്കിൽ 249cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് കേട്ടോ. 30 PS പവർ അറ്റ് 9250 RPM. പിന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 25 Nm ടോർക്ക് അറ്റ് 7250 RPM-ലാണ് നമുക്ക് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? എന്റെ മീറ്റർ ക്ലസ്റ്ററിലോട്ട് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മീറ്റർ ക്ലസ്റ്റർ ആണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് കേട്ടോ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, അതുപോലെ തന്നെ ട്രാക്ക് സെക്ഷൻ നോക്കുകയാണെങ്കിൽ 0 to 60, 0 to 100 അടിച്ചതിൻ്റെ ആ ഒരു അപ്ഡേറ്റ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ നമുക്കറിയാൻ പറ്റും. സൈഡ് സ്റ്റാൻഡ് സെൻസർ കൊടുത്തിട്ടുണ്ട്. 10x10 നാവിഗേഷൻ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പീറിയൻസ് ലൈറ്റ് നമുക്ക് ഇതിൽ നൽകി. അങ്ങനെ കുറച്ച് സവിശേഷതകളാണ് മീറ്റർ ക്ലസ്റ്ററിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എത്രത്തോണ്ട് നിങ്ങൾക്ക് ക്ലസ്റ്ററിന്റെ ആ ഒരു വലിപ്പം മനസ്സിലാവണമെന്ന് നമുക്ക് അറിയുന്നില്ല. കറക്റ്റ് നേരിട്ട് കാണുമ്പോൾ എന്താ പറയാ, ഒരു കുഞ്ഞൻ ക്ലസ്റ്റർ ആണ് കേട്ടോ മീറ്റർ. നല്ല ഭംഗിയിൽ തന്നെ എന്താ പറയാ, വാഹനത്തിന് ആ ഒരു ഷേപ്പോട് കൂടിയിട്ട് തന്നെയാണ് മീറ്റർ ക്ലസ്റ്റർ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ പറയാൻ വിട്ടുപോയിട്ടോ, ഈ ടാങ്കിന്റെ ഈ ഒരു സെൻട്രലായിട്ട് നമുക്ക് ഫോൺ കുത്താനുള്ള ആ ഒരു പോർട്ടബിൾ ചാർജ് ഒക്കെ കാണാൻ പറ്റൂട്ടോ. സ്ക്രീനിന്റെ വെയിറ്റ് നമുക്ക് വരുന്നത് 16 കിലോ ആണ് കേട്ടോ. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് 167 mm ആണ് തന്നെ. 3 കളേഴ്സിലാണ് അവൻ വന്നിട്ടുള്ളത് കേട്ടോ. എന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1,65,840 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് കേട്ടോ. ഇവന്റെ മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയണു, മൈലേജ് നോക്കിയിട്ടൊന്നും നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കരുത്. മൈലേജിനായിട്ടുള്ള ആ ഒരു സെഗ്മെന്റിലുള്ള ഒരു വാഹനേ അല്ല. കാരണം ഇത് നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറയാൻ കേട്ടാ ആ ഒരു മേഖലയിലുള്ള ഒരു വാഹനമാണ് കേട്ടോ. അപ്പോൾ മൈലേജ് നോക്കിയിട്ട് അവരുത് ഈ ഒരു വാഹനം എടുക്കേണ്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നു, കൂടുതലും ഞാൻ ഈ ഒരു യൂത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണത്. അവര് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നം കല്യാൺ ഹീറോയിൽ വരാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്തോട്ടാ. അതുപോലെ ലാഗിങ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ അബുവിന്റെ വീഡിയോ കണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ മൈലേജ് നോക്കിയിട്ട് ഈ ഒരു വാഹനം എടുക്കണ്ട എന്നാ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കൊരു 40 ഒക്കെയാണ് കമ്പനി പറയുന്നത്. നമുക്കൊരു 30-35 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോർമലായിട്ട് പോകാനുള്ള ഒരു വാഹനമല്ല, പെട്ടയ്ക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് കേട്ടോ. അപ്പൊ ആ ഒരു മൈലേജ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയില് പൂങ്കുന്നം കല്യാൺ ഹീറോയുടെ നമ്പർ ഉണ്ടാവും, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.